നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2025 ഡിസംബർ മാസത്തെ നക്ഷത്രഫലമാണ്. അപ്പൊ ഡിസംബർ മാസത്തെ നക്ഷത്രഫലം മകരക്കൂറിന്റെ ഫലമാണ്. അപ്പൊ മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, മര ഈ നക്ഷത്രങ്ങളാണ് മകരക്കൂറിൽ വരുന്നത്. ഇവർക്ക് വേഴം 6 നിൽക്കുന്നു. അതായത് വക്രഗതിയിലാണ് ഇപ്പൊ വേഴം നിൽക്കുന്നത്. അതായത് വേഴം മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം മിഥുനൻ രാശിയിൽ നിന്ന വേഴം മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം കർക്കടകൻ രാശിയിലേക്ക് പോയിട്ട് ഇപ്പൊ തിരിച്ച് വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വരേന്. അപ്പൊ വക്രഗതി എന്ന് തന്നെ പറയും. ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്ന് പോയിട്ട് തിരിച്ച് ആ രാശിയിലേക്ക് വരുന്നതിന് വക്രഗതി എന്ന് പറയുന്നു. അപ്പൊ വേഴത്തെ സംബന്ധിച്ച് ഇപ്പോ വേഴം വക്രഗതിയിൽ നിൽക്കുകയാണ്. ഏത് ഗ്രഹമാണെങ്കിലും വക്രഗതിയിൽ വന്നാൽ അതിന് ഫലദാന ശേഷി കൂടും. അപ്പോ വേഴത്തെ സംബന്ധിച്ച് ഇവർക്ക് വേഴം 6 വക്രത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ്. വേഴം ധനകാരകനാണ്, അതുകൂടെ ആത്മീയകാരകനാണ്, അതുകൂടാതെ വേഴം സർവേശ്വരകാരകനാണ്. വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുന്നതാണ്. ഇവരെ സംബന്ധിച്ച് വേഴം 6 ശനി 3 രാഹു 2 കേതു 8 നിൽക്കുന്ന ഒരു സമയമാണ്, ഗോചര സമയമാണ് ഇവരെ സംബന്ധിച്ച്. അപ്പൊ മകരൻ രാശിക്കാർക്ക് ഈ മാസം മികച്ച ഫലം കിട്ടാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. മറ്റ് ഗ്രഹങ്ങളുടെ നിൽപ്പനുസരിച്ച് നോക്കുമ്പോൾ വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങൾ പ്രസാദിക്കുന്നതാണ്. അപ്പൊ മറ്റ് ഗ്രഹങ്ങളുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് മികച്ചമായ ഒരു നല്ല മാസമായിരിക്കും ഈ ഡിസംബർ മാസം. പ്രവർത്തന രംഗത്ത് മികവുണ്ടാക്കുന്ന ഒരു മാസം. ജോലി കാര്യങ്ങളിൽ പുരോഗതിയും അതേപോലെ തന്നെ പ്രമോഷൻ, ജോലി സംബന്ധമായ പ്രമോഷൻ, സ്ഥാനമാന കയറ്റങ്ങൾ ഇതെല്ലാം കിട്ടാവുന്ന ഒരു സമയമാണ്. ബിസിനസ് മുന്നോട്ട് പോകാനുള്ള ഒരു മാസം കൂടിയാണ്. ബിസിനസ് നല്ല വിധത്തിൽ മുന്നോട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു മാസം കൂടിയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഗുണാനുഭവങ്ങൾ കൂടുതൽ കിട്ടുന്ന ഒരു മാസം കൂടിയാണ്. കുടുംബത്തിൽ പൊതുവെ സമാധാന അന്തരീക്ഷവും സന്തോഷവും കിട്ടുന്ന ഒരു മാസമാണ്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിലും മെച്ചപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും. എങ്കിലും ചില ഉദര സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഈ മാസം ഇവർക്ക് കഴിയുന്നതാണ്. പുതിയ തുടക്കങ്ങൾക്ക് ഈ മാസം ഒരു കാരണമാവുകയും ചെയ്യും. ഇപ്പൊ പൊതുവെ നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും വേഴത്തിന്റെ വക്രഗതിയിലുള്ള നിൽപ്പനുസരിച്ച് ഇവർക്ക് പൊതുവെ ഈ മകരക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും ഈ സർവേശ്വര ഗ്രഹമായ വേഴത്തിന്റെ ഗുണങ്ങൾ ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ളതിനാൽ ഈ മാസം ഈ മകരക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടുന്ന ഒരു സമയം കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടം, മര, ചതയം, പുരുരുട്ടാതി, കാലി. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇതൊക്കെയാണ്: അവിട്ടം, മര, ചതയം, പുരുരുട്ടാതി, കാലി. ഇവർക്ക് വേഴം 5 ശനി 2 രാഹു ജന്മത്തിലും കേതു 7 നിൽക്കുന്ന സമയം. അപ്പൊ കുംഭക്കൂറിലേക്ക് വേഴത്തിന്റെ ദൃഷ്ടി കൂടി ഉള്ള സമയവും. വേഴത്തിന് 1, 5, 9 ഈ ഭാവങ്ങളിലേക്ക് വേഴത്തിന് ദൃഷ്ടിയുള്ള സ്പെഷ്യൽ ദൃഷ്ടിയുണ്ട്. അപ്പൊ വേഴം ഇപ്പോൾ വക്രഗതിയിൽ നിൽക്കുകയാണ്. അതായത് 2025 ഡിസംബർ 5 ശേഷം വേഴം വക്രഗതിയിലേക്ക് വരുന്നു. അതായത് മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴഗ്രഹം കർക്കടകൻ രാശിയിലേക്ക് മാറി. ഇപ്പോൾ കർക്കടകൻ രാശിയിൽ നിന്ന് 2025 ഡിസംബർ 5 ശേഷം വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരുമ്പോൾ വേഴം വക്രഗതിയിലാകുന്നു. ഒരു ഗ്രഹം
സ്വന്തം നിന്നിരുന്ന രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് പോയി തിരിച്ച് ആ രാശിയിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ അതിനെ വക്രഗതി എന്ന് പറയും. അപ്പോൾ എല്ലാ ഗ്രഹങ്ങൾക്കും ഉണ്ട് വക്രഗതി. അപ്പൊ വേഴത്തിന് ഇപ്പൊ വക്രഗതിയാണ്. അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും. ഇവരെ സംബന്ധിച്ച് ഈ കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വേഴം 5 ആണ് നിൽക്കുന്നത്. അപ്പൊ 5 വേഴത്തിന് ദൃഷ്ടിയുള്ളതാണ്. അപ്പൊ വേഴത്തിന്റെ ഈ കുംഭക്കൂറുകാർക്ക് കുംഭക്കൂറിലേക്ക് വേഴത്തിന്റെ ദൃഷ്ടിയുണ്ട്. അപ്പൊ ഇവർക്ക് ഈ മാസം, ഈ നക്ഷത്രക്കാർക്ക് ഈ മാസം, ഈ ഡിസംബർ മാസത്തിൽ പുരോഗതി ഉണ്ടാവുന്ന ഒരു മാസമാണ്. തൊഴിൽ രംഗത്ത് വളർച്ചയുണ്ടാവും, തൊഴിൽപരമായി ഉന്നതി ഉണ്ടാവുന്ന ഒരു മാസമാണ്. എന്നാൽ കഠിനാധ്വാനം ആവശ്യമാണ്. സ്വയം തൊഴിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിന് നല്ല ഒരു സമയം കൂടിയാണ് ഈ മാസം. സൽക്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനൊക്കെയുള്ള അവസരം ഇവർക്ക് വന്നു ചേരും. നല്ല കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കാൻ അവസരം വരാൻ സാധ്യതയുണ്ട്. കുടുംബ ബന്ധങ്ങളിൽ ശ്രദ്ധയോടെ ഇടപെടണം, അല്ലെങ്കിൽ ദോഷാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു മാസമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അനുകൂലമായ ഒരു സമയമാണ്. അവർക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് മേടിക്കാനും അതേപോലെ തന്നെ ഉന്നതമായ വിജയങ്ങൾ കൈവരിക്കാനും പറ്റിയ ഒരു സമയമാണ് ഡിസംബർ മാസം. അതുകൂടാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം വന്നു ചേരാനുമൊക്കെ ഇവർക്ക് സാധ്യതയുണ്ട്. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ ഈ കുംഭക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഈ മാസം ഇവരെ സംബന്ധിച്ച്. രാഷ്ട്രീയക്കാർക്ക് ഗുണകരമാവുന്ന, രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല പൊതുപ്രവർത്തകർക്കും ഗുണകരമാവുന്ന ഒരു സമയമാണ് ഈ ഡിസംബർ മാസം. അപ്പൊ വേഴം സർവേശ്വരകാരകനാണ്, ധനകാരകനാണ്, അതുകൂടാതെ ആത്മീയകാരകനാണ്, ഐശ്വര്യകാരകനാണ്. അപ്പൊ ഇങ്ങനെയുള്ള വേഴം പ്രസാദിച്ചാൽ മറ്റ് ഗ്രഹങ്ങളും പ്രസാദിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് വേഴഗ്രഹത്തിന് ഈ കുംഭക്കൂറിലേക്ക് ഇപ്പൊ ഈ മാസത്തിൽ ദൃഷ്ടി കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാവുന്ന ഒരു മാസമാണ് ഈ മാസം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രങ്ങളാണ് മീനക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ മാസം വേഴം 4-ലും ശനി ജന്മത്തിലും രാഹു 12-ലും കേതു 6-ലും നിൽക്കുന്ന ഒരു ഗോചര സമയമാണ്. അപ്പൊ വേഴം 4-ൽ, അപ്പൊ കേന്ദ്രസ്ഥാനം 4, 7, 10, 1, 4, 7, 10 കേന്ദ്രസ്ഥാനം. അപ്പൊ ചന്ദ്രകേന്ദ്രത്തിൽ വേഴം നിൽക്കുക, വേഴം ചന്ദ്രകേന്ദ്രത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ കേന്ദ്രസ്ഥാനത്ത് വേഴം നിന്നാൽ അവിടെ ഗജരാജയോഗം അല്ലെങ്കിൽ കേസരി യോഗം കിട്ടാവുന്ന സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അപ്പൊ വേഴം ഇപ്പോ വക്രഗതിയിലും കൂടിയാണ് നിൽക്കുന്നത്. അപ്പൊ വക്രഗതിയിൽ നിൽക്കുന്ന ഗ്രഹത്തിന് ഫലദാന ശേഷി കൂടും. അതായത് മിഥുനൻ രാശിയിൽ നിന്നിരുന്ന ഗ്രഹം, വേഴഗ്രഹം കർക്കിടകൻ രാശിയിലേക്ക് പോയിട്ട് തിരിച്ച് ഇപ്പോൾ മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വരികയാണ് ഈ ഡിസംബർ 5-ാം തീയതി. അപ്പോ അങ്ങനെ നിന്ന രാശിയിൽ നിന്ന് വേറെ രാശിയിലേക്ക് മാറി തിരിച്ച് ആ രാശിയിലേക്ക് വരുന്നതിനാണ് വക്രഗതി എന്ന് പറയുന്നത്. അപ്പൊ ഗ്രഹം വക്രഗതിയിലായാൽ ഏത് ഗ്രഹമാണെങ്കിലും, എല്ലാ ഗ്രഹത്തിനും വക്രഗതി ഉണ്ട്. അപ്പൊ വക്രഗതിയിലായാൽ ഏത് ഗ്രഹത്തിനും ഫലദാന ശേഷി കൂടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ വേഴം വക്രഗതിയിൽ 4-ൽ നിൽക്കുന്നതാണ് ആർക്ക്? മീനക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പൊ ഇവർക്ക് ഈ ഡിസംബർ മാസം ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായിരിക്കും. വേഴന്മാരാണ്, ധനകാരകനാണ്, ഐശ്വര്യകാരകനാണ്,
അതുകൂടാതെ തന്നെ സർവേശ്വരകാരകനാണ്. പിന്നെ അതുകൂടാതെ ആത്മീയകാരകനാണ് വേഴം. അപ്പൊ ഈ വേഴത്തെ കൊണ്ട് വളരെയധികം നല്ല സമയമാണ് ഈ ഡിസംബർ മാസത്തിൽ മീനക്കൂറുകാർക്ക്. അതായത് ഗജകേസരി യോഗം കിട്ടുന്ന മാസമാണ് മീനക്കൂറുകാർക്ക്. അപ്പൊ ഈ നക്ഷത്രക്കാർക്ക് വളരെ നേട്ടങ്ങൾ ഉണ്ടാവും. ഇവർക്ക് ഡിസംബർ മാസം ഭാഗ്യാനുഭവങ്ങൾ വന്നു നിറഞ്ഞതും അനുകൂലവുമായ ഒരു സമയമാണ്. ചില പ്രവർത്തികളിൽ ഇവർ കഠിനാധ്വാനം ആവശ്യമായി വരികയും ചെയ്യുന്ന ഒരു മാസമാണ്. ജോലിയിലും ബിസിനസ്സിലും മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു വർഷമാണ്. മാറ്റം നല്ല മാറ്റങ്ങളായിരിക്കുള്ളൂ. അതായത് പ്രമോഷൻ, ശമ്പള വർധന, ഇതെല്ലാം ഇവർക്ക് കിട്ടാവുന്ന ഒരു മാസമാണ്. രാഷ്ട്രീയക്കാർക്ക്, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് എല്ലാം ഈ ഡിസംബർ മാസത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അതായത് ഈ നക്ഷത്രക്കാർക്ക് ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു മാസമാണ്. ധനപരമായും തൊഴിൽപരമായും നോക്കിയാണെങ്കിലും വളരെയധികം നല്ല ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. കാരണം വേഴം ധനകാരകനാണല്ലോ. അപ്പൊ അതുകൂടാതെ തൊഴിൽപരമായ ആ നേട്ടത്തിന് വേഴത്തിന്റെ ഗുണം കിട്ടുന്നതാണ്. അപ്പൊ അതുകൂടാതെ ഇവരെ സംബന്ധിച്ച് ധനപരമായ ഉയർച്ചയ്ക്ക് അനുകൂലമായ സാമ്പത്തികകാരകനായ ഗ്രഹത്തിന്റെ അനുകൂലത കൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയം. പിന്നെ 4 വേഴം കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം കിട്ടുന്നതാണ്. കാരണം വേഴം 4 കേന്ദ്രസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്ക് മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഐക്യതയും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അലസത മാറ്റി പ്രവർത്തിച്ചാൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അവരെ സംബന്ധിച്ച് ചില അലസത ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർ ആ അലസത മാറ്റി നല്ല വിധത്തിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് ഡിസംബർ മാസം. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.